ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നും 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്റർ. ഇന്ന് നമ്മൾ രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങൾ ചെയ്യും കേട്ടല്ലോ. രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങളാണ് രണ്ടും. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നിങ്ങൾക്ക് കാണാം, ദാ സ്ക്രീനിൽ കാണുന്നുണ്ട്. എന്താണ് ചോദ്യം? ദ പ്രൈസ് ഓഫ് 2 പെൻസ് ആൻഡ് 3 നോട്ട് ബുക്ക്. 2 പേനകൾക്കും 3 നോട്ട് ബുക്കിനും കൂടെ എത്ര രൂപയാകും? 40 രൂപ. എത്ര രൂപയാവും? 40 രൂപ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല? 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടെ 40 രൂപ. ആൻഡ് 2 പെൻസ് ആൻഡ് 5 നോട്ട് ബുക്സ്. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും കൂടെ 60 രൂപ. അങ്ങനെയാണെങ്കിൽ പേനയുടെ വില എന്ത്, നോട്ട് ബുക്കിന്റെ വില എന്ത്? വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഈ മലയാളം ക്വസ്റ്റ്യൻ വായിച്ചാലും ഈ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ വായിച്ചാലും മനസ്സിലാവും. ഓക്കെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പേനയുടെ വിലയും നോട്ട് ബുക്കിന്റെ വിലയും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. ഇതുപയോഗിച്ച് ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കണം. അപ്പൊ നമ്മുടെ പേനയുടെ വിലയും നമ്മുടെ കയ്യിലില്ല, നോട്ട് ബുക്കിന്റെ വിലയും നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ വരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എഴുതാൻ പോകുന്ന നിങ്ങൾ ഇപ്പം തന്നെ മനസ്സിൽ കണ്ടു. പ്രൈസ് ഓഫ് എ പെൻ. ഒരു പേനയുടെ വിലയെ ഞാൻ എന്തെന്നെടുത്തു? എക്സ്. ഇപ്പം നമ്മുടെ പേനയുടെ വില എത്ര രൂപ? എക്സ് രൂപ. എനിക്ക് അറിഞ്ഞൂടല്ലോ 5 രൂപയുടെ പേനയാണോ 4 രൂപയുടെ പേനയാണോ 3 രൂപയുടെ പേന, എന്തെങ്കിലും അറിയാമോ? ഇല്ല. അതുകൊണ്ട് പേനയുടെ വില എന്ത് രൂപ എന്ന് വിളിച്ചു? എക്സ് രൂപ എന്ന് കൺസിഡർ ചെയ്തു, നമ്മളങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കയ്യിൽ ഇനി മറ്റൊരു സാധനം ഉണ്ടല്ലോ, പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക്. ഒരു നോട്ട് ബുക്കിന്റെ അല്ലെങ്കിൽ നോട്ട് ബുക്കിന്റെ വില. നോട്ട് ബുക്കിന്റെ വില എന്തെന്നെടുക്കുന്നു? അത് വ്യത്യസ്ത രൂപയില്ലേ? Y രൂപ. അപ്പം ഈ പേനയുടെയും നോട്ട് ബുക്കിന്റെ വിലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് പേനയുടെ വില എക്സ് ആയതുകൊണ്ട് നോട്ട് ബുക്കിന്റെ വില മറ്റൊരു വിലയായതുകൊണ്ട് അത് ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു? Y എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. സൂക്ഷിച്ചെഴുതണം, തെറ്റിക്കരുത്. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടെ 40 രൂപ. ഒരു പേനയ്ക്ക് എക്സ് രൂപയാണെങ്കിൽ 2 പേനയ്ക്ക് എത്ര രൂപയാവും മക്കളെ? 2 പേനയാവുമ്പോൾ എത്ര ആവും? 2x രൂപയാവും. 3 നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ 3y രൂപയാവും. സംശയമില്ലല്ലോ. എന്താണ് ഈ 2x? 2 പേനയുടെ വില. 3y എന്ന് വെച്ചാൽ എന്തോ? 3 നോട്ട് ബുക്കിന്റെ വില. ഇത് ഒരു പേനയുടെ വില 1x ആണെങ്കിൽ 2 പേനയുടെ വില എത്ര ആവും? 2x. ഒരു നോട്ട് ബുക്കിന് 1y ആണെങ്കിൽ 3 നോട്ട് ബുക്കിന് എത്ര ആവും? 3y. അപ്പം ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എഴുതാം. എന്താണ് എഴുതുന്നത്? 2x + 3y. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടെ എത്ര രൂപയാവും മക്കളെ? എത്ര രൂപയാ? 40. അപ്പൊ എത്രയെന്ന് എഴുതണം? = 40. സെറ്റാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ റെഡിയായി. തീർന്നില്ല. അടുത്ത വരിക്ക് അറിയാം നിങ്ങൾക്ക്. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കും. 2 പേനയും 5 നോട്ട് ബുക്ക്. 2 പേന എന്ന് പറയുമ്പോൾ എത്ര രൂപ? 2x. 5 നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ എത്ര രൂപ? 5y. സെറ്റാണ്. അപ്പൊ 2 പേനയ്ക്ക് 2x. ഒരു പേനയ്ക്ക് എക്സ് രൂപയാണെങ്കിൽ 2 പേനയ്ക്ക് 2x രൂപ. ഒരു പേനയ്ക്ക് y രൂപയാണെങ്കിൽ 5 നോട്ട് ബുക്കിന് ഒരു നോട്ട് ബുക്കിന് y രൂപയാണെങ്കിൽ 5 നോട്ട് ബുക്കിന് 5y രൂപ. അതുകൊണ്ട് അടുത്ത വരി നമുക്ക് ധൈര്യമായി എഴുതാം. എത്ര? അവിടെയും 2x തന്നെ സമ്മതിച്ചു. പ്ലസ് എത്ര നോട്ട് ബുക്കാ? 5y ആണ്. മീൻസ് 5 നോട്ട് ബുക്കിന്റെ വിലയും കൂടെ കൂട്ടിയാൽ എത്ര രൂപയാകും എന്നാ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത്? 60. അതുകൊണ്ട് = 60. സെറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടുള്ള 2 കാര്യങ്ങൾ ഇവിടെ കിട്ടിയത്. 2 പെയേഴ്സ് ഓഫ് ഇക്വേഷൻ നമ്മുടെ കിട്ടി. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തോ? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരേപോലത്തെ സംഖ്യ കണ്ടു, അതോടൊപ്പം ഇതും പ്ലസ് ആണ് ഇതും പ്ലസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരുപോലത്തെ ആളുകൾ മേലും താഴെയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇപ്പൊ ഏതിന്ന് ഏത് കുറയ്ക്കും? നോക്ക്, ഇവിടെ 60 ആണ്, ഇവിടെ 40 ആണ്. അപ്പൊ ഏതിന്ന് ഏത് കുറയ്ക്കും? ഇതിന്ന് ഇത് കുറയ്ക്കും. ഓക്കെയാണ്. അപ്പൊ ഏതിന്ന് അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ആദ്യം എഴുതേണ്ട എന്തോ? 2x + 6y 5y. എത്ര നോട്ട് ബുക്കാണ് മേടിച്ചത്? 5y.
2x + 5y സമം ഈ ഇക്വേഷനാണ് എഴുതുന്നത്. 2x + 5y സമം എത്രയാണ്? 5y സമം 60. ഇനി തൊട്ട് താഴെ മറ്റേ ഇക്വേഷൻ എഴുതുന്നു. 2x + 3y സമം എത്രയാണ് മക്കളെ? 40 എന്ന് എഴുതുന്നു. ഓക്കെ, സെറ്റാണ്. ഈ രണ്ട് ഇക്വേഷൻ കൂടെ കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് എവിടം വെച്ചിട്ടാണ്? 2x വെച്ചിട്ടാണ്. നമ്മൾ ഇതിനു വേണ്ടിയുള്ള എളുപ്പവഴി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, വീഡിയോയിൽ കാണുക. ഹൗ ടു സോൾവ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഡൗട്ട് ഉള്ളവർക്ക്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മുടെ ഈ രണ്ട് ഇക്വേഷനോട് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. കുറയ്ക്കുന്ന സമയത്ത് ഇതെന്തായി മാറും? 0 മാറും. ഓക്കെ, സെറ്റാണ്. അടുത്ത ആദ്യം 60 ന്ന് 40 ആദ്യം കുറയ്ക്കണ്ട. 60 ന്ന് 40 കുറച്ച് എത്ര കിട്ടും മക്കളെ? 20. സെറ്റ്. ഇനി പറ 5y ന്ന് 3y കുറച്ചാൽ എത്ര ആവും? 5y ന്ന് 3y കുറച്ചാൽ എത്ര ആവും? 2y. ഇപ്പൊ 2y സമം 20. ഇതെന്തായിട്ട് മാറും? ഇത് 0 മാറും. അല്ലെങ്കിൽ ഇത് വെട്ടിക്കളഞ്ഞ പോലെ അങ്ങ് എഴുതുക. ഇവിടെ നിന്നും y സമം എത്ര കിട്ടും? 20/2. ഇപ്പുറത്ത് ഗുണിച്ച സംഖ്യ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഭാഗമായി മാറുന്നു. അവിടെ നിന്ന് നമുക്ക് എഴുതാം y സമം 10. y എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. y എന്ന് എടുത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാം? നോട്ട് ബുക്കിന്റെ വില. അപ്പൊ നോട്ട് ബുക്കിന്റെ വില y എന്ന് കിട്ടി. അല്ലെങ്കിൽ y സമം 10 ഇവിടെ എഴുതി വെക്കാമല്ലോ. അപ്പൊ y എത്ര രൂപയാണ്? നോട്ട് ബുക്കിന്റെ വില 10 രൂപ. സെറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കണം പേനയുടെ വില. അതിനുവേണ്ടി ഈ ഒരു ഇക്വേഷൻ അങ്ങ് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ അങ്ങ് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് അങ്ങ് എഴുതിയാൽ മതി. പറ മക്കളെ, അതാ നോക്കിക്കോ. 2x + 5y സമം 60 എന്ന ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട് ആണല്ലോ. അതിൽ നിങ്ങൾക്ക് പറയാം ഈ വൈക്ക് വരെ എന്ത് കൊടുക്കാം? 10 കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ പറ. 2x + 5 × 10 സമം 6. സെറ്റാണ്. അപ്പോൾ എന്തെന്ന് എഴുതാം? 2x + 50 സമം 60. കണ്ടല്ലോ, അതാണ്ട് ഈ 5ഉം 10 ഗുണിച്ച് എന്തായിട്ട് മാറി? 50 മാറി. അപ്പോൾ അവിടെ നിന്ന് 2x സമം 60 - 50. സംശയമുണ്ടോ? ഈ +50 അപ്പുറത്ത് പോയപ്പോൾ എന്തായി? -50 മാറി. അവിടെ നിന്ന് 2x സമം എന്തായി? 10. അവിടെ നിന്ന് x സമം 10/2 എന്ന് പറയുമ്പോൾ x = 5. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളും കിട്ടി. ഇതല്ല, x = 5 കിട്ടി, y = 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ ധൈര്യമായി ഇവിടെ എഴുതാമല്ലോ. എന്താ പേനയുടെ വില എത്ര രൂപ? 5 രൂപ. അപ്പോൾ സെറ്റാണ്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. പേനയുടെ വില 5 രൂപയും ബുക്കിന്റെ വില 10 രൂപയുമാണ് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ചോദ്യം സോൾവ് ചെയ്യേണ്ടത്. ആദ്യമേ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ത് ചെയ്തു? കുറച്ചു. അവിടെ നിന്ന് y കിട്ടി. പിന്നെ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? എക്സ് കണ്ടെത്തി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടല്ലോ. ഇത് ഉറപ്പായിട്ട് എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണം. ഒരുപാട് കുട്ടികൾ കമൻറ്റിൽ അറിയിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അവർക്കെല്ലാം ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണം. എല്ലാവരും നന്നായി പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. കഴിഞ്ഞ ചോദ്യം പോലത്തെ ചോദ്യമല്ല. ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഡിഫറൻ്റ് ആണ്. ഇപ്പോഴേ പറഞ്ഞ ഈ ചോദ്യത്തിൽ കുറച്ച് വ്യത്യസ്തതയുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് വ്യത്യസ്ത ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പം ഡയലോഗ് ഒക്കെ പഴയതുപോലെ തന്നെ. എന്താണ്? ദ പ്രൈസ് ഓഫ് 3 പെൻസിൽ ആൻഡ് 4 പെൻ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടെ എത്ര രൂപ? 26 രൂപ. അപ്പോൾ എഴുതാമല്ലോ. നിങ്ങൾക്കറിയാം, നേരത്തെ അതേപടി ചെയ്യുന്ന രീതിയാണ് ഇവിടെയും പേനയുടെ വിലയും പെൻസിലിൻ്റെ വിലയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ പേനയും പെൻസിലുമാണെന്നാണ് വ്യത്യാസം. അതോടൊപ്പം ഇവിടെ കണ്ടുപിടിക്കേണ്ട പ്രൈസ് ഓഫ് ഈച്ച്, പേനയുടെ വിലയും പെൻസിലിൻ്റെ വിലയും കണ്ടുപിടിക്കണം. എന്ന് പറയുമ്പോൾ നേരത്തെ എഴുതി അതേപടി എന്ത് ചെയ്യും നമ്മൾ? പ്രൈസ് ഓഫ് എ പെൻസിൽ, പെൻസിലിൻ്റെ വില എന്തെന്നെടുക്കും മക്കളെ? പെൻസിലിൻ്റെ വിലയെ നമ്മൾ എന്തെന്നെടുക്കും? ഇവിടെ എക്സ് എന്നെടുക്കും. ഓക്കെ, അതാണ്. അടുത്ത വരി എന്തുമായിരിക്കും? നിങ്ങൾക്കറിയാം, പ്രൈസ് ഓഫ് എ പെൻ, ഒരു പേനയുടെ വില എന്തെന്നെടുക്കും? y, എക്സ് രൂപയും y രൂപയും. സെറ്റാണ്. ഇത് രണ്ടും എടുത്തു. രണ്ടും എല്ലാവർക്കും അറിയാം. ഇനി എത്ര പെൻസിലുണ്ട് മക്കളെ? 3 പെൻസിലുണ്ട്. ആദ്യത്തെ കഥയിൽ 3 പെൻസിലാവുമ്പോൾ ഒരു പെൻസിലിന് എത്ര രൂപ? എക്സ് രൂപ. അങ്ങനെയാണെങ്കിൽ 3 പെൻസിലിന് എത്ര രൂപയാവും? 3x രൂപ. സംശയമൊന്നുമില്ലല്ലേ? ഇനി ഒരു പേനയ്ക്ക് എത്ര രൂപയാ? y രൂപ. അങ്ങനെയാണെങ്കിൽ 4 പേനയ്ക്ക് എത്ര രൂപയാവും? നിങ്ങൾക്കറിയാം, 4y. ഓക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. 3 പേനയ്ക്കും 4 പെൻസിലിനും കൂടെ 26 രൂപ. സെറ്റാണ്. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടെ എന്തുവാ? 26. ഈ വരി വായിച്ചിട്ട് ഞാൻ ഈ ഇക്വേഷൻ എഴുതി. ഇനി അടുത്ത തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? 6 പെൻസിലിന് എത്ര രൂപയാവും? 6 പെൻസിലിന് 6x രൂപയാവും. സെറ്റാണ്. അതെനിക്ക് 3 പേനയ്ക്ക് എത്ര രൂപയാവും? 3 പേനയ്ക്ക് 3y രൂപയാവും. ഈ രണ്ടും കൂടെ ചേർന്നാൽ എത്ര രൂപയാവും? 27 രൂപ. അപ്പൊ 6 പെൻസിലിന് 6x പ്ലസ് 3 പേനയ്ക്ക് 3y എല്ലാം കൂടെ കൂട്ടി എത്രയാവും? 27 രൂപ ആകും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി മക്കളെ? നമുക്ക് എന്ത് കിട്ടി? ഇതാ 2 ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്നും കിട്ടി.
പക്ഷേ ഈ ഇക്വേഷനെ നോക്കുമ്പോൾ നേരത്തെ തന്ന കണക്ക്, നേരത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നേരത്തെ ഇക്വേഷനിൽ ഇതുപോലെ ഒരുപോലത്തെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇക്വേഷനിൽ ഒരുപോലത്തെ ആളുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാണ്. ഇവിടെയും ഒരുപോലത്തെ ആളുകളില്ല, ഇവിടെയും ഒരുപോലത്തെ ആളുകളില്ല, ഇവിടെ ഒന്നും. അപ്പോൾ ഈ ഇക്വേഷൻ കൂട്ടുവോ കുറയ്ക്കുവോ എന്ത് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഇവിടെ ഇല്ലേ? അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വേണം മക്കളെ. ഇത് 6x ആണ്, ഇതെത്രയാണ്? 3x ആണ്. മീൻസ് ഈ 3നോട് 2 ഗുണിച്ചപ്പം കിട്ടുന്നതല്ലേ 6 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ടങ്ങ് ഗുണിക്കുക. അപ്പോൾ അതിനകത്തൊരു മാറ്റം സംഭവിക്കും. ഓക്കെ, അപ്പം അടുത്ത വരി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും ഞാൻ എഴുതുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏതിനെയാണ് ഗുണിച്ചതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നത്. കേട്ടല്ലോ? അപ്പോൾ ഒരു ഇക്വേഷനെ മൊത്തത്തിൽ ഗുണിക്കുമ്പോൾ യാതൊരു മാറ്റവും ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതിയാണ്. ഇക്വേഷൻ ഏതാണ്? 3x + 4y = 26 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഈ ടോട്ടൽ ഇക്വേഷനെ എന്തുകൊണ്ട് ഗുണിക്കുന്നു? മൾട്ടിപ്ലൈയിങ് വിത്ത് 2. അപ്പോൾ എന്തെന്ന് എഴുതേണ്ടത്? ഇങ്ങനെയാണ്. ഇക്വേഷൻ നമ്പർ 1 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെയാണ്? ഇങ്ങനൊന്നും ഞാൻ എഴുതത്തില്ല. അതാണ്ട് ഇതാണ് ഇക്വേഷൻ എന്നറിയാം. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ 1നെ എന്തുമായി ഗുണിക്കുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. പറ മക്കളെ, 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും? 2 × 3x എത്ര കിട്ടും? 6x പ്ലസ് അടുത്ത പറ 2 × 4y എത്ര വരും? 8y. അതോടൊപ്പം 2 × 26 ഗുണിച്ച് എത്ര കിട്ടും? 52. അങ്ങനെ പുതിയ ഒരു ഇക്വേഷൻ ഉണ്ടാവും. കണ്ടോ? ഇത് പുതിയ ഇക്വേഷനായിട്ട് മാറി. ഏത് ഇക്വേഷനാണ് മാറിയത്? ഈ ഒന്നാമത്തെ ഇക്വേഷൻ മാറി ഇതുപോലായി. നേരത്തെ ഇക്വേഷൻ ഈ ഇക്വേഷനും ഒന്ന് തന്നെ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ഇക്വേഷനും ഒന്ന് തന്നെ, യാതൊരു മാറ്റവുമില്ല. ജസ്റ്റ് അതിനെ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിച്ചു ഡബിൾ ആക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷന്റെ ഇരട്ടിയാണെന്നേ ഉള്ളൂ. അല്ലാതെ ഇക്വേഷന് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. ഈ ഭാഗത്തും ഒരുപോലെ തന്നെ മാറ്റങ്ങളില്ല. വലത്തെ ഭാഗവും ഇടത്തെ ഭാഗവും ഒരുപോലെ ഇരുന്നാൽ മതി, തെറ്റൊന്നും ഉണ്ടാവില്ല. ഓക്കെയാണ്? അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഇപ്പൊ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് തൊട്ട് താഴെ എഴുതുകയാണ്. 6x പ്ലസ് അടുത്ത എത്രയാണ്? 3y സമം തൊട്ട് താഴെ എത്ര? 27. കണ്ടല്ലോ? ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെയാണ്? അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇവിടെ വെച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ മീൻസ് ഈ ഭാഗം ഒരുപോലെയല്ല, ഈ ഭാഗം ഒരുപോലെയല്ല, ഒന്നും ഒരുപോലെയല്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇക്വേഷനെ എന്താക്കും? ഇത് ഒരുപോലെ ആക്കുന്നതിന് വേണ്ടി ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ എത്ര കൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. ഇക്വേഷൻ ഇങ്ങനെയാക്കി മാറ്റി. ഇതാണ്ട് ഈ ഇക്വേഷൻ എങ്ങനെയായി മാറി? ഇതുപോലെ മാറ്റി. എന്തിനു വേണ്ടിയാ മാറ്റിയത്? ഇതുപോലെ ആക്കുന്നതിന് വേണ്ടി. ഇതുപോലെ ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 2 ഇക്വേഷൻ ഒരുപോലെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പൊ ഇനി കുറച്ചെഴുതാമല്ലോ. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും മക്കളെ? നോക്ക്, 12 ആവും. അപ്പൊ 7 5 12 ആവും. ഇവിടെ 4 ആണ്, 25 കിട്ടും. സമം ഇനി 8y ന്ന് 3y കുറച്ചാൽ എത്ര കിട്ടും? 5y. സെറ്റാണ്, 5y. അതും സെറ്റാണ്. ഇനി ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്തായി മാറും? 0. അതുകൊണ്ട് അത് വെട്ടിക്കളയാം. അവിടെ വന്ന് നമുക്ക് എന്തെഴുതാം? ഇനി y സമം 25 ഭാഗം 5 എന്ന് ധൈര്യമായി എഴുതി കൂടെ. അവിടെ നിന്ന് y സമം എത്ര എന്ന് കിട്ടും? വൈയുടെ ഉത്തരം കിട്ടി. y എന്ന് പറഞ്ഞാൽ 5 ആണ്. എന്താണ് മക്കളെ y എന്ന് പറയുന്നത്? y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? y സമം 5. ഇതാണ്ട് 5 റുപ്പീസ്. ഇതാണ് y. എന്താണ് y? പേനയുടെ വില കിട്ടി 5 രൂപ. പേനയുടെ വില കിട്ടി 5 രൂപ. ഇനി എങ്ങനെ എക്സിന്റെ വില കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ തന്നെ ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇത് മാറ്റിയില്ലയോ? അങ്ങനൊന്നുമില്ല. ഈ ആദ്യം എടുത്ത ഇക്വേഷനിൽ തന്നെ ഇട്ട് കൊടുത്താലും കിട്ടും, അല്ലെങ്കിൽ ഇത് ഇട്ട് കൊടുത്താലും കിട്ടും, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് കൊടുത്താലും. നോക്കിക്കോ മക്കളെ, നോക്കിക്കോ. അപ്പൊ ഞാൻ എഴുതുന്ന ഇക്വേഷന്റെ ആദ്യത്തെയാണ് 3x + 4y സമം എന്തായിരുന്നു? 3x + 4y സമം 26. 3x + 4
4y സമം 26. അവിടെ നിന്ന് എന്ത് കിട്ടി? y സമം 5 കിട്ടി. അപ്പോൾ y എടുത്തിടുന്നു. 3x പ്ലസ് 4 ഇൻറ്റു 5 സമം 26. അവിടെ നിന്ന് 3x പ്ലസ് 20 സമം 26. അവിടെ നിന്ന് 3x സമം, നോക്ക് പേടിക്കാനൊന്നുമില്ല, ഈ yക്ക് എന്ത് കൊടുത്തു? 5 കൊടുത്തു. എന്നിട്ട് 4 5 കൂടെ ഗുണിച്ച എത്ര? 20. ഓക്കെയാണ്. അപ്പം 3x സമം 26 മൈനസ് 20. ഇത് മനസ്സിലാക്കാൻ എന്തുവാ? ഈ പ്ലസ് 20 അപ്പുറത്ത് പോയാൽ എന്താവും? മൈനസ് 20. സംശയമില്ലല്ലോ. അവിടെ നിന്ന് 3x സമം എത്ര കിട്ടും? 6. അവിടെ നിന്ന് x സമം എത്ര വരും? 6/3 ആവും. അവിടെ നിന്ന് x സമം 2. x സമം എത്ര കിട്ടും? 2. അപ്പൊ എക്സിന്റെ വിലയും കിട്ടി 2. ധൈര്യമായി എടുത്ത് ഇവിടെ എഴുതാം. എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 രൂപയാണ്. എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 രൂപ. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ 2 രൂപ എന്ന് പറഞ്ഞ വിലയും കിട്ടി, ഇവിടെ 5 രൂപ എന്ന് വിലയും കിട്ടി. നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇത് ശരിയാണോ നോക്കാം. 3 പെൻസിലാവുമ്പോൾ എത്ര രൂപയാവും മക്കളെ? 2 രൂപ വെച്ച് നോക്കുമ്പോൾ 6 രൂപ. സെറ്റാണ്. ഇവിടെ 6 രൂപയാകും. 5 പേനയ്ക്ക്, അല്ല 5 രൂപയാണ് ഒരു പേനയ്ക്ക് എന്ന് പറയുമ്പോൾ 5 4 20. അപ്പൊ ഇവിടെ 20 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. മീൻസ് എത്ര രൂപയാവും? 26. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരവും ശരിയാണെന്ന് ഉറപ്പിക്കാനും പറ്റും. ഒരു ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ കണ്ടുപിടിച്ച രീതി തന്നെയാണ്. നിങ്ങൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ഡിഫറൻറ്റ് ചോദ്യമാണ് ചെയ്തത്. ആ 2 ചോദ്യങ്ങളും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടു പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം ഇതിന്റെ ഉത്തരം നിങ്ങളെ കമന്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങളുടെ കമന്റ് ആണ് എൻ്റെ ശക്തി. നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നും എന്തൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന്, എൻ്റെ വീഡിയോ കൊള്ളാമോ എന്നൊക്കെ എനിക്ക് ആ കമന്റ് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. യാതൊരു ബുദ്ധിമുട്ടും വേണ്ട. ഒരു കുഞ്ഞു കമന്റ് ആയാലും എനിക്കത് മതി. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിമ്പിളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഒരു സന്തോഷമുള്ളൂ. അപ്പോൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.